കുറച്ച് ദിവസം മുന്നേ പാക് അധിനിവേശ കാശ്മീർ പാകിസ്ഥാൻ നൽകിക്കൊണ്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്ന മാപ്പ് അമേരിക്കൻ വാർ ഡിഫൻസ് വകുപ്പ് പിൻവലിച്ചിരുന്നു. മാത്രമല്ല ഇന്തോ പസഫിക് എന്ന തന്ത്രപ്രധാനമായ സൈനിക മിഷന്റെ പേര് പസഫിക് കമാൻഡ് എന്ന് മാത്രമാക്കി ചുരുക്കി. 70 വർഷത്തെ ചരിത്രപരമായ നയങ്ങൾക്കാണ് അമേരിക്ക മാറ്റം വരുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ട്? കഴിഞ്ഞ 75 വർഷമായി ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് റഷ്യ. ഉക്രൈൻ യുദ്ധ സമയത്ത് പോലും ആ ബന്ധം നാം കാത്തുസൂക്ഷിച്ചു. അതിനുള്ള നന്ദി അവരും തിരികെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇത്രയും ശക്തമായ ഒരു റഷ്യൻ സൗഹൃദം ഇന്ത്യക്കുള്ളപ്പോഴും അമേരിക്ക എന്തിനാണ് ഇന്ത്യയെ ഇത്രയധികം അടുപ്പിക്കാൻ ശ്രമിക്കുന്നത്? ആദ്യം പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, G7 ഉച്ചകോടിക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് മോദിയെയും ഇന്ത്യയെയും വാനോളം പുകഴ്ത്തിയതുൾപ്പെടെ ഇന്ത്യയെ അനുനയിപ്പിക്കാനുള്ള തുടർച്ചയായ നീക്കങ്ങളാണ്. ഒരു കാലത്തും പ്രത്യേകിച്ച് 2014 മുമ്പ് ഇന്ത്യ അമേരിക്കയ്ക്ക് ഒരു പ്രധാനപ്പെട്ട രാജ്യമായിരുന്നില്ല. പാകിസ്ഥാൻ ആകട്ടെ സിയാറ്റോ എന്ന അമേരിക്കയുടെ തന്ത്രപ്രധാനമായ സൈനിക സഖ്യത്തിലെ അംഗവുമായിരുന്നു. കാശ്മീർ വിഷയത്തിൽ സൈനികമായി പാകിസ്ഥാനായിരുന്നു നമ്മുടെ ശത്രുവെങ്കിൽ നയതന്ത്രപരമായ ശത്രു അമേരിക്കയായിരുന്നു. എന്നാൽ അതിനെങ്ങനെ മാറ്റം വന്നു? വ്യക്തമായ ഉത്തരം പറയാം: നിലപാട്. സൗഹൃദത്തിലാണെങ്കിലും അമേരിക്കയുടെ ജിയോ പൊളിറ്റിക്സ് നീക്കത്തിന് പിന്നിൽ കേവലം ഒരു സഖ്യകക്ഷിയായി നിൽക്കാൻ നമ്മുടെ രാജ്യത്തെ കിട്ടില്ലെന്ന് ആണൊരുത്തൻ കാണിച്ചു കൊടുത്തതിന്റെ ഫലം. നിങ്ങൾ താരിഫുകൾ പ്രഖ്യാപിച്ചോളൂ, പകരം ഞങ്ങൾ പുതിയ സഖ്യങ്ങൾ തേടിക്കോളാം, ഞങ്ങൾക്ക് ഭയമില്ല, പക്ഷേ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണെന്ന് വ്യക്തമാക്കി നൽകിയതിന്റെ ഫലം. ഇനിയും ഞങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങും എന്ന് വ്യക്തമാക്കിയതിന്റെ ഫലം. ഇതിനിടയ്ക്ക് ചെറിയൊരു കണക്കിലേക്കാണ്. ട്രംപിനെ പേടിച്ച് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നില്ലേ എന്ന് പാകിസ്ഥാന്റെ സ്വരത്തിൽ അലമുറയിടുന്ന ചില സങ്കര ഇനം ജീവികൾക്ക് വ്യക്തമാകാനാണ്. അന്താരാഷ്ട്ര ഏജൻസിയായ CRECAയുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ മാസം, അതായത് 2026 മെയ്യിൽ മാത്രം ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് പ്രതിദിനം 1.92 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ്. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ 83%. ഇനി തിരികെ കാര്യത്തിലേക്ക്. തങ്ങളുടെ വിരട്ടലുകൾക്കും വിലപേശലുകൾക്കും ഇന്ത്യ വഴങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് അമേരിക്ക ഇന്ത്യയെ സന്തോഷിപ്പിക്കാനായി തുനിഞ്ഞിറങ്ങിയത്. പണ്ട് ആണവായുധം പരീക്ഷിച്ചതിന് നമുക്ക് ഉപരോധം ഏർപ്പെടുത്തി പാകിസ്ഥാനെ സന്തോഷിപ്പിച്ചിരുന്ന പാകിസ്ഥാൻ ആർമിക്ക് പാകിസ്ഥാനെ നിയന്ത്രിക്കാനുള്ള ചെല്ലും ചെലവും കൊടുത്തിരുന്ന പാക് സൈനിക ഉദ്യോഗസ്ഥരുടെ കഴുത്തിൽ ഇന്നും ചങ്ങലയിട്ട് നിയന്ത്രിക്കുന്ന അതേ അമേരിക്കയുടെ നയമാറ്റമാണ് ഇതെന്ന് ഓർക്കണം. കാരണം മറ്റൊന്നുമല്ല, ആ നേതൃത്വത്തിന് പിറകിൽ ഭാരതം ഒന്നാണ് എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായതുകൊണ്ടാണ്. അതെ, ട്രംപിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കാണാൻ സൗമ്യനും എന്നാൽ കർക്കശക്കാരനുമായ ആ നേതാവിനെ, അയാൾക്ക് പിന്നിൽ അണിനിരക്കുന്ന ശതകോടികളെ